ഇമിറ്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു ഡാൻസ് പഠിക്കാനായിട്ട് നമ്മളെ കുട്ടിയെ കൊണ്ടാക്കി കഴിഞ്ഞാൽ ആ കുട്ടി ആദ്യം എന്താണ് ടീച്ചറിനെ നോക്കിയൊക്കെ ഓരോന്ന് ചെയ്യാൻ ശ്രമിക്കും അല്ലേ, ഇമിറ്റേറ്റ് ചെയ്യും. അത് മാനിപ്പുലേഷൻ എന്ന് പറയുന്നത് എന്താ, ആ കുട്ടിക്ക് ടീച്ചർ നിർദ്ദേശങ്ങൾ കൊടുക്കും, കൈ ഇങ്ങനെ വെക്കണം, കാലിങ്ങനെ വെക്കണം, അങ്ങനെ നിർദ്ദേശങ്ങൾ കൊടുക്കും, അതിനനുസരിച്ച് കുട്ടി ചെയ്യും. പ്രസിഷൻ എന്ന് പറയുമ്പം ഒരു തെറ്റും കൂടാതെ കുട്ടി സ്വന്തമായിട്ട് ചെയ്യുന്ന ഒരു സ്റ്റേജ് വരും, അതിനെയാണ് പ്രസിഷൻ എന്ന് പറയുന്നത്. അതിനുശേഷം ആർട്ടിക്കുലേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ തന്നെ ഓരോ കാര്യങ്ങൾ ആഡ് ചെയ്ത്, ഇപ്പം യോഗ പോലുള്ള കാര്യങ്ങൾ ആഡ് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് ഡാൻസിൽ ആഡ് ചെയ്ത് പഠിക്കാം. ഇപ്പം വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പം ഈ എ എന്ന് പറയുന്ന ലെറ്റർ തന്നെ നമ്മുടെ ബേസിക് ആയിട്ട് നമുക്ക് എ എഴുതുന്നത് എങ്ങനെയാണ്, പക്ഷേ പലരും പല ഡിസൈനിൽ എ എഴുതാറുണ്ടല്ലേ. അപ്പം നമ്മുടെ ബേസിക് റൂള് വെച്ചുകൊണ്ട് നമ്മുടേതായിട്ടുള്ള ഐഡിയാസും കൂടെ ഉൾപ്പെടുത്തി നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ നമുക്കത് ചെയ്യാം. അപ്പോൾ ഡാൻസും അങ്ങനെയാണ്, നമുക്ക് ബേസിക് റൂൾ വെച്ചിട്ടുണ്ട്, നമ്മുടേതായിട്ടുള്ള ഐഡിയാസ് ഉൾപ്പെടുത്തി ഡാൻസും ചെയ്യാം. അതിനാണ് ആർട്ടിക്കുലേഷൻ എന്ന് പറയുന്നത്. ഇനി നാച്ചുറലൈസേഷൻ എന്ന് പറയുന്നത് നമ്മളിലേക്ക് അതെന്താണ് പൂർണ്ണമായിട്ട് നമ്മളതങ്ങ് ഉൾക്കൊണ്ട് നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള ക്യാരക്ടറിലേക്ക് അതങ്ങ് മാറും. സ്വാഭാവികമായിട്ട് നമ്മളങ്ങ് ചെയ്യുന്ന എപ്പോഴും ഏത് ഊണിലും ഉറക്കത്തിലും ചോദിച്ചാലും ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ അത് മാറുന്നതിനാണ് നാച്ചുറലൈസേഷൻ എന്ന് പറയുന്നത്.